വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, എഴുപുന്നം എന്ന ഈ ഗ്രാമത്തിലെ യുക്തിചിന്തയ്ക്കും ശാസ്ത്രബോധത്തിനും വേണ്ടി ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച കേരള യുക്തിവാദ സംഘം താലൂക്ക് കമ്മിറ്റിയും ഞങ്ങൾ കടപ്പാടും നന്ദിയും അറിയിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ യുക്തിചിന്തകൻ ബെർട്രാൻഡ് റസ്സലിന്റെ വളരെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയുണ്ട്, ഒരു കൊട്ടേഷൻ: എ ഗുഡ് ലൈഫ് ഈസ് ഇൻസ്പയർഡ് ബൈ ലവ് ആൻഡ് ഗൈഡഡ് ബൈ നോളജ്. സ്നേഹത്താൽ പ്രചോദിതവും അറിവിനാൽ നയിക്കപ്പെടുന്നതുമാണ് ഏറ്റവും നല്ല ജീവിതം. ബെർട്രാൻഡ് റസ്സലിന്റെ ഈ വാക്കുകൾ ജീവിതത്തിൽ എല്ലാ തരത്തിലും പ്രയോഗവൽക്കരിച്ച, പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് ഞാൻ അച്ഛനെന്ന് വിളിക്കുന്ന എൻ്റെ ഫാദറില്ല. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് ഒരു ഒട്ടേറെ ജീവിത സന്ദർഭങ്ങളുണ്ട്. അദ്ദേഹം ജനിച്ചു വളർന്ന ജാതിയിലല്ല ഞാൻ ജനിച്ചു വളർന്ന. ഒട്ടേറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്നും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ഇടുങ്ങിയ ജാതിയിൽ ജനിച്ചു വളർന്ന എന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ പങ്കാളിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആ സന്ദർഭത്തിൽ എൻ്റെ സമുദായത്തിലുള്ള, എൻ്റെ ബന്ധത്തിലുള്ളവരോട് തൻ്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞ ആ ദൃശ്യം ഇന്നും എൻ്റെ മുന്നിലുണ്ട്. എനിക്ക് വളരെയധികം അത്ഭുതമാണ് തോന്നിയത്. കാരണം കടുത്ത വിശ്വാസികളും, വിശ്വാസി എന്ന് പറയാൻ പറ്റത്തില്ല, അന്ധവിശ്വാസികളായ ആൾക്കാരുടെ മുന്നിൽ തൻ്റെ നിലപാട് മറയില്ലാതെ പറയുവാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം യുക്തിചിന്തയെ, ശാസ്ത്രബോധത്തെ തൻ്റെ ചിന്താമണ്ഡലത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരു ജീവിതകാലം മുഴുവൻ കേരള യുക്തിവാദി പ്രസ്ഥാനത്തിന് വേണ്ടി, കേരളത്തിലെ ശാസ്ത്ര സമൂഹത്തിന് വേണ്ടി, കേരളത്തിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന് വേണ്ടി, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച എഴുപുന്ന ഗോപിനാഥ് എന്ന വ്യക്തിയുടെ സ്മരണയ്ക്ക് മുന്നിൽ വിനീതമായി കൂപ്പുകൾ അർപ്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ഞാൻ വിടവാങ്ങുന്നു. അധ്യക്ഷൻ, മറ്റേ വേദി സദസ്സിലുള്ള പ്രിയമുള്ളവരെ, ഗോപിച്ചേട്ടനുമായിട്ട് പറയത്തക്ക അടുത്ത ബന്ധം എന്ന് പറയാനായിട്ട് ഒത്തിരിയൊന്നുമില്ല. എന്നാലും ജയപ്രകാശുമായിട്ടുള്ള സൗഹൃദമാണ്. ഗോപിച്ചേട്ടനായിട്ട് കാണാൻ കുറച്ച് സമയങ്ങൾ മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും അവസാനമായിട്ട് ഗോപിച്ചേട്ടനെ കാണാൻ വടക്കമ്പൂരിൽ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എത്ര വിപുലമായിരുന്നു എന്ന് കാണാൻ കഴിഞ്ഞത്. വടക്കൻ പറമ്പൂരിലുള്ള നിരവധി സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, പുരോഗമന പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ന് കണ്ടത് നമുക്കൊക്കെ വളരെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എത്ര വലുതായിരുന്നു എന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. ഏകദേശം 5 പതിറ്റാണ്ടോളം കാലം സാംസ്കാരിക മണ്ഡലത്തിൽ അദ്ദേഹം തനിക്ക് തന്റെ ബോധ്യങ്ങളും ശരികളും വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ജനാധിപത്യ അന്തരീക്ഷത്തിൽ. പക്ഷേ ഇന്ന് ആ ജനാധിപത്യ അന്തരീക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ഇത്തരങ്ങളിലെല്ലാം കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിന് അതിന് താല്പര്യമില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ അകത്തു പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ ജനാധിപത്യ അന്തരീക്ഷം പറയുന്നത്. എന്തായാലും ഈ വേളയിൽ ഗോപിച്ചേട്ടൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഉള്ളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ആശയങ്ങൾ നമ്മൾ ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ,
വളരെയധികം ആശ്ചര്യത്തോടും അതിനേക്കാളേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഇവിടെ പലരും അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന എല്ലാവരും കേട്ട് കഴിഞ്ഞു. അദ്ദേഹത്തെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമാണ് നേരിൽ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മാജിക് ഷോ ഒരിക്കൽ കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു യുക്തിവാദിയായി നിൽക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അപ്പൊ ഒരു തലമുറ മുൻപുള്ള കാര്യം നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഇവിടെ ജീവൻ ചേട്ടൻ സൂചിപ്പിച്ച പോലെ എഴുപുന്നയിലെ പ്രശസ്തമായ ഒരു തറവാട്ടിൽ നിന്നും ജാതിമത ചിന്തകൾക്ക് അതീതമായി ശാസ്ത്രവും സയൻസും പ്രചരിപ്പിക്കാൻ ഇറങ്ങിയ അദ്ദേഹം ഏതെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്ത് കാണുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ തന്നെ അന്ധവിശ്വാസം അനാചാരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു യുക്തിവാദിയാകുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം നമ്മളെല്ലാവരും കേട്ട് കാണും. മരണശേഷം കണ്ണുകൾ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് നിലവിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കേട്ട് കാണും. പക്ഷേ സ്വന്തം ശരീരം സയൻസ് പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിരിക്കുന്ന ഡോക്ടർമാർക്ക് പഠിക്കുന്നതിന് വേണ്ടി വിട്ടു നൽകിയ അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ തീരുമാനത്തിൽ ഏറെ അഭിമാനത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു അനുസ്മരണ സമ്മേളനം ഇനിയും പുതിയ ഗോപിനാഥന്മാർക്ക് ജന്മം നൽകട്ടെ എന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിനായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരുപാട് പേർ ഈ ഒരു അനുസ്മരണ സമ്മേളനത്തോടെ ഉയർന്നു വരട്ടെ എന്നും അദ്ദേഹത്തിന്റെ ജീവിതശൈലിയും ജീവിത രീതിയും പ്രവർത്തിയും പോകുവാൻ എഴുപുന്ന എന്ന ഗ്രാമത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രാമത്തിൽ ജനിച്ചതിൽ ഏറെ അഭിമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സംഘടനയ്ക്കും നാടിനും കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ അതിയായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഗോപിനാഥിന്റെ അനുസ്മരണ യോഗമാണ് ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എഴുപുന്ന ഗോപിനാഥൻ നമ്മുടെ എഴുപനെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഓർമ്മിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം. നമ്മുടെ നാട്ടിൽ നിലനിന്ന ചൂഷണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ജന്മിത്വത്തിന്റെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എതിരായിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ പഴയകാലത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ എതിരായിട്ട് നിരവധിയായ ചർച്ചാവേദി. അത് തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ആ അനിവാര്യമായിട്ടുള്ള ഒന്നായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പൊ ചൂഷണത്തിനെതിരായി, അന്ധവിശ്വാസങ്ങൾക്കെതിരായി അവിടെ നിന്ന് മാത്രം അവസാനിക്കുന്നതല്ല ഗോപിനാഥിന്റെ ജീവിതം. ഏതൊക്കെ മേഖലയിൽ തന്റെ കയ്യൊപ്പ് ചാർത്താൻ കഴിയും, അവസാനം ഈ ഇത്തരം ചൂഷണത്തിനെതിരായിട്ടുള്ള കാരണം ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നിലനിൽപ്പാണ്, ഈ വ്യവസ്ഥിതിയുടെ നിലനിൽപ്പാണ്. അതിനെതിരായി കൂടി തന്റെ പ്രവർത്തനം മാറണം എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തായാലും മറ്റു വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിപാദിക്കപ്പെടുകയുണ്ടായി. തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾ നമുക്കിതിന് പ്രചോദനമായി ഈ പുതിയ തലമുറ ഏറ്റെടുക്കാൻ കഴിയണം. അതിന് എഴുപുന്ന ഗോപിനാഥിന്റെ ഈ അനുസ്മരണം നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ